ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് തന്നെ 1-2 മാസങ്ങളെയും പേടിക്കണ്ട. എല്ലാം ഒരുമിച്ച് പഠിച്ചാലോ ആണ് അടിപൊളി ബാച്ചാണ്. എത്രയും പെട്ടെന്ന് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാം. 5 മാസം 150 ദിവസമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. വ്യത്യാസമുണ്ട്. 40 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 80 മാർക്സിലാണ്. 45 മിനിറ്റ്സ് ആണ്. ഇൻഡിവിജ്വൽ ടൈമിംഗ് ഒന്നുമില്ല. 45 മിനിറ്റ് 80 ക്വസ്റ്റ്യൻ. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? ഓക്കെ, ഉഷാറായിരിക്കും. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇക്കൊല്ലം എന്തായാലും ബാങ്കിൽ കയറണം എന്നുള്ള വളരെ ആഗ്രഹത്തോട് കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലേ. ഉഷാറാണ്, എനിക്കറിയാം. പഠിക്കുന്നുണ്ട് അല്ലേ? പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്. എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. എന്താണെന്നല്ലേ, എന്തിനെ കുറിച്ചല്ലേ പറയാൻ വന്നിരിക്കുന്നത്? നമ്മളുടെ റീജിയണൽ റൂറൽ ബാങ്ക്സ് RRB എക്സാംസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓൾറെഡി കലണ്ടറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ജൂൺ ജൂലൈയിലൊക്കെ ആയിട്ട് നമുക്ക് എന്തുണ്ടാവും, എക്സാംസ് ഒക്കെ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആഗസ്റ്റ് മാസത്തിൽ അല്ലേ, സോറി, ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് എക്സാംസ് ഉണ്ടാവും. ജൂൺ ജൂലൈ അല്ല, ആഗസ്റ്റിൽ നമുക്ക് പ്രിലിമിനറി എക്സാം ഒക്കെ ഉണ്ടാവും. ഓൾറെഡി IBPS കലണ്ടറൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ RRB എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിനൊക്കെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ബാച്ച് അല്ലേ, നമ്മളുടെ ബാച്ചുകളെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു ഐഡിയ. ഗോൾഡ് ബാച്ചിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. 4 ലെവലായിട്ടാണ് നിങ്ങൾക്ക് അവിടെ എന്ത് തരുന്നത്, കോച്ചിങ് തരുന്നത്. യാതൊരു എക്സ്പീരിയൻസും ഇല്ല, എക്സാമിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു കുട്ടിയാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അവൻ ഈ ബാച്ച് കഴിഞ്ഞോടുകൂടി എന്തായിരിക്കും, സെറ്റായിരിക്കും. അവന് യാതൊരു ഡൗട്ടും വേണ്ട, അവൻ ഉഷാറായിട്ടുണ്ടാവും. എങ്ങനെയാണെന്നല്ലേ, നമ്മളുടെ ആദ്യത്തെ ലെവൽ 1 എന്താണ്, നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ഫുൾ സിലബസ് എന്ത് ചെയ്യും, കവർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീക്ക് പോയിന്റും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും. എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സ് ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മെൻറ്ററുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ വീക്ക്നെസ്സും ആ പോയിന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾ വീക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ലെവൽ 2 പറയുന്നത് നിങ്ങളുടെ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. നിങ്ങളുടെ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ബാച്ചുകളിലേക്ക് നിങ്ങൾ എത്തുന്നു. അതെന്താണെന്നല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് QA ആണ് നിങ്ങളുടെ വീക്ക്നെസ് എങ്കിൽ അതിന് സെപ്പറേറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. റീസണിങ് ആണെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ്, ഇംഗ്ലീഷ് ആണെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ്. അപ്പോൾ ആ വീക്ക്നെസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസിയായി മറികടക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ലെവൽ 3 വരുന്ന എന്താ, അഡ്വാൻസ് ലെവൽ കോച്ചിങ് ആണ്. അഡ്വാൻസ് ലെവൽ കോച്ചിങ്ങിൽ എന്താണ് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് മെയിൻസിനുള്ള പ്രിപ്പറേഷനാണ് അവിടെ നടക്കുക. സോ ലെവൽ 4 എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാംസ് ആണെങ്കിൽ, ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാംസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്, ഈ പറഞ്ഞ പേഴ്സണൽ ഇൻ്റർവ്യൂ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. പഠിച്ചാൽ മാത്രം പോരാ, എക്സാംസ് എഴുതണം. സോ ഹൈ ലെവൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ. സോ സ്പെഷ്യൽ അറ്റൻഷൻ ടു ലെവൽ 2 and 3. ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ട ലെവൽസ് ആണ് ലെവൽ 2ഉം 3ഉം. ദെൻ AI പ്രോഗ്രസ് ട്രാക്കർ ആൻഡ് റിപ്പോർട്ട്. ഈ ലെവലിലാണ് നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഇവിടെ മുന്നോട്ട് പോവുക. ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലേക്ക് എല്ലാവരും വേഗം തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്തൊരു സന്തോഷ വാർത്ത എന്താണെന്നല്ലേ, ഈ കൊല്ലം 2024 എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നോട്ടിഫിക്കേഷൻസിന്റെ പെരുമഴയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ പോകുന്ന കൊല്ലമാണ്. പ്രധാനമായിട്ടും ഏതൊക്കെ എക്സാംസ് ആണ് നടത്തുന്നത്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, CHSL, CGL, MTS തുടങ്ങിയ അധികം എക്സാമുകൾ നടത്തുന്ന SSC, ബാങ്ക് എക്സാംസ്, നമ്മളുടെ എല്ലാ ബാങ്കുകളിലേക്കും ഇൻഷുറൻസ് സെക്ടറിലേക്കും നടത്തപ്പെടുന്ന എക്സാംസ്, RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, റെയിൽവേ എക്സാംസ്. റെയിൽവേക്ക് ഒരുപാട് വേക്കൻസീസ് വിളിക്കാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൺഫ്യൂഷനാണ്, ഏത് എക്സാം എഴുതണം, ബാങ്ക് പഠിക്കണോ, SSC പഠിക്കണോ, റെയിൽവേ പഠിക്കണോ, ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് തന്നെ 1-2 മാസങ്ങളെയും പേടിക്കണ്ട. എല്ലാം ഒരുമിച്ച് പഠിച്ചാലോ, എല്ലാം ഒരുമിച്ച് പഠിക്കാം അല്ലേ.
എല്ലാത്തിനും ഒരുമിച്ച് പഠിക്കാനായിട്ട് ഒരു ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. എല്ലാത്തിനും കൂടി ഒരൊറ്റ ബാച്ച്, രണ്ടിനും എന്താണ് സെപ്പറേറ്റ് മെന്റർമാർ, ഡ്യുവൽ മെന്റർഷിപ്പ്, 1-to-1 ലൈവ് ഇന്ററാക്ഷൻസ്, ക്ലാസ്സുകൾ ഫാക്കൽറ്റീസ് ആയിട്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഈ ബുക്ക് അവൈലബിൾ ആണ്. ആദ്യത്തെ 20 അഡ്മിഷന്, ഫസ്റ്റ് 20 അഡ്മിഷന് നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ 1 ഇയർ വാലിഡിറ്റി. വിഷ്വലൈസ്ഡ് ബേസ്ഡ് ക്ലാസ്സുകളാണ്. കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ പഠിക്കാം. ഓക്കെ, എത്രയ്ക്കധികം ബെനിഫിറ്റുകൾ ഉള്ള ക്ലാസ് ആണ്. മൂന്ന് എക്സാമുകളിലേക്ക്, 3 എക്സാം ഏജൻസികൾ നടത്തുന്ന എക്സാമുകളിലേക്ക് നിങ്ങൾക്ക് ഈസിയായി എൻ്റർ ചെയ്യാം. എക്സാം എഴുതാനായിട്ട് എക്സാം ഹാളിലേക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ പോവാം ഈ ബാച്ചിൽ പഠിച്ചാൽ. SSC, ബാങ്ക്, RRB എക്സാംസിന് വേണ്ടി ഒരൊറ്റ ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, GK തുടങ്ങി എല്ലാ സബ്ജക്റ്റും ഇവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എല്ലാ എക്സാംസിനുമായിട്ട്, ഓൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരൊറ്റ ബാച്ച്. അതാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബാച്ച് അത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ള ഒരു ബാച്ചാണ്, അടിപൊളി ബാച്ചാണ്. എത്രയും പെട്ടെന്ന് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാം. ക്ലിയർ? സോ നമുക്ക് നമ്മളുടെ കണ്ടന്റിലേക്ക് വരാം. എന്താണ് നമ്മളുടെ കൺസെപ്റ്റ്? IBPS RRB എക്സാമിനേഷൻസ് ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്രിലിമിനറീസ് നടത്തുന്നത് ഓഫീസറിലേക്കും ക്ലർക്കിലേക്കും എന്താണ് ആഗസ്റ്റ് 24-ാം തീയതിയാണ്. മെയിൻസ് ഓഫീസർ സ്കെയിൽ 1 29th സെപ്റ്റംബർ ആണ്. അടുത്തത് 6th ഒക്ടോബറിലാണ്. ഇപ്പം IBPS ഔട്ട് ചെയ്തിരിക്കുന്ന കലണ്ടർ വരുന്ന ഡേറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ആഗസ്റ്റിൽ തന്നെ എന്ത് നടക്കാൻ സാധ്യതയുണ്ട്? 100% എന്ത് നടക്കും? പ്രിലിംസ് നടക്കും. മാർച്ചായി അല്ലെ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 5 മാസം നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലേ? 5 മാസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യമല്ലേ? നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കണം. 5 മാസമേ നമ്മളുടെ മുന്നിലുള്ളൂ എന്ന് കരുതി 5 മാസം നമ്മളുടെ മുന്നിലുണ്ട് എന്ന് കരുതരുത്. വെറും 5 മാസമേ ഉള്ളൂ. 5 മാസം എന്ന് പറഞ്ഞാൽ 150 ദിവസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നൊരു 10 ദിവസം കഴിഞ്ഞാൽ 140 ദിവസമേ ഉള്ളൂ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പഠിക്കണം നമ്മൾ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ക്ലർക്ക്, അതായത് ഓഫീസ് അസിസ്റ്റന്റിനും POക്കും സെയിം പാറ്റേണിൽ തന്നെയാണ് എന്ത് വരുന്നത്, പ്രിലിംസ് വരുന്നത്. റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ നമുക്ക് എന്തില്ല, പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല. ക്വസ്റ്റ്യൻസിൽ വ്യത്യാസമുണ്ട്. 40 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 80 മാർക്സിലാണ്. 45 മിനിറ്റ്സ് ആണ്. ഇൻഡിവിജ്വൽ ടൈമിംഗ് ഒന്നുമില്ല. 45 മിനിറ്റ് 80 ക്വസ്റ്റ്യൻ, 40 റീസണിങ്, 40 QA. ക്ലിയർ ആണല്ലോ? രണ്ടിനും ഒരേ പാറ്റേൺ ആണ്. എക്സാം ലെവൽ POK ഓഫീസർ സ്കെയിൽ 1ലേക്ക് കുറച്ച് ടഫ് ഉണ്ടാവാം, ക്ലർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ കട്ട് ഓഫിൽ വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞത്? അപ്പം ഇതാണ് നമുക്ക് പ്രിലിംസിന് പഠിക്കാനുള്ളത്. സോ മെയിൻസിലേക്ക് വരാണെങ്കിൽ എന്തൊക്കെയാണ് മെയിൻസിലേക്ക് വരുന്നത്? റീസണിങ് 40 മാർക്ക്, 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്. GA ജനറൽ അവയർനെസ് 40 മാർക്ക്, 40 ക്വസ്റ്റ്യൻ തന്നെയാണ്. ന്യൂമറിക്കൽ എബിലിറ്റി QA 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓർ ഹിന്ദി ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. കമ്പ്യൂട്ടർ പേപ്പർ 40 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ 20 മാർക്കേ ഉള്ളൂ. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്കാണ് നമുക്ക് എന്ത് വരുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക്സ്, കേരളത്തിലത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ് RRB എക്സാമിൻ്റെ മെയിൻസിന് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മെയിൻസിന് പഠിക്കേണ്ട കാര്യം, മെയിൻസിന് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രിലിംസിന് പഠിക്കേണ്ട കാര്യം മെയിൻസിന് പഠിക്കേണ്ട കാര്യം സെറ്റാണ്. അപ്പോൾ മെയിൻസിനാണ് പഠിക്കേണ്ടത്. കാരണം റീസണിങ്ങും QA ആണ് നമുക്ക് വരുന്ന എന്തുള്ളത്, പ്രിലിംസിനുള്ളത്. അത് തന്നെ മെയിൻസിനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം ആലോചിക്കുക. സ്റ്റഡി പ്ലാൻ, അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. എത്ര ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്? 5 മാസം, 150 ദിവസമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റായിട്ടുള്ള കുട്ടികളുണ്ടാവാം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവാം. എല്ലാവർക്കും
യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. GA മെയിൻസിന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് കണ്ടല്ലോ. GA എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 40 ക്വസ്റ്റ്യൻ. അതേപോലെ 40 മാർക്ക്. GA 40 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതെന്തായാലും ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. 6 മാസത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴേ പീരീഡായി അല്ലേ. 6 മാസത്തെ എന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ എന്ത് പഠിക്കുക? GA പഠിച്ചു പോവുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കി അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നന്നായിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, ഹൈ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഏതാണോ വീക്ക് പോയിന്റ് എന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക. നമ്മളുടെ എൻട്രി നിങ്ങൾക്ക് വേണ്ടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം, എങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്, ഡെയിലി എന്ത് പഠിക്കണം, ഡേ ബൈ ഡേ ഉള്ള പ്ലാൻ, ഓരോ ദിവസവും പഠിക്കാനുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ എന്തുണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് റെഫർ ചെയ്ത് ആ രീതിയിൽ പഠിക്കുക. ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് എന്തായാലും ഡെയിലി പഠിക്കണം. കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടർ വൺസ് പഠിച്ചു വെക്കുക, അവസാനത്തേക്ക് ഒരിക്കലും വെക്കരുത് മക്കളെ. കമ്പ്യൂട്ടർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. പിന്നെ നമ്മളുടെ QA, റീസണിങ്, ഇംഗ്ലീഷ് ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം, ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ എന്താണ്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. മോക്ക് ടെസ്റ്റുകളെല്ലാം നല്ല മാർക്ക് മേടിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പോകണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ദെൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നല്ലേ, ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ RRB മെയിൻസിന് അടക്കം എന്താണ് പഠിക്കേണ്ടത്. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളേജ്, ജനറൽ അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളേജ്. ഓക്കെ, കമ്പ്യൂട്ടർ നോളേജ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ നോളേജ് ക്ലിയർ അല്ലേ? അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓഫീസർ സ്കെയിൽ ഫസ്റ്റിന്, അതായത് അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ കൂടിയുണ്ട്. അതിനും നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട. വൺസ് നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കുറച്ച് സമയം കിട്ടും. ആ ടൈമിൽ നിങ്ങൾ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണ്, പ്രിലിംസ് കയറണം, മെയിൻസ് ക്രാക്ക് ചെയ്യണം. അതിന് സ്പീഡ് വേണം, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം, ആക്യുറസിയിൽ ചെയ്യാൻ പറ്റണം. അതിന് ഓരോ ദിവസവും എത്ര സമയം പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, GA എങ്ങനെ പഠിക്കണം, ഇതിനെല്ലാമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളുടെ മന്ത്ലി മാഗസിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്ലി മാഗസിനിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ഒരു ഇൻഡെക്സ് പേജ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, അതേപോലെ മെയിൻ എക്സാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ കീസ്, എങ്ങനെയാണ് RRB ക്ലർക്ക്, അതിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, ആ കാര്യങ്ങളെല്ലാം ആ മന്ത്ലി മാഗസിനിൽ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ മന്ത്ലി മാഗസിൻ ഉണ്ട്. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക, വൈകിക്കരുത്. ഇനി 5 മാസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അത് വെറും 150 ദിവസമാണ് എന്ന് ആലോചിക്കുക. ഏകദേശം 150 ദിവസം. ഓരോ ദിവസവും വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങളത് പഠിച്ചെടുക്കണം. ഇത്രയ്ക്കും ഒരു ടാർഗറ്റ് വെച്ച് അത് അവസാനിക്കണം. എന്നാലേ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.